എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 14-ാം ദശകത്തിലെ അവസാന ശ്ലോകം, അതായത് 10-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. വനമേയുഷി കർദ്ധമേ പ്രസന്നേ മദസർവസ്വമുപാദിശൻ ജനന്യേ കപിലാത്മകവായുമന്ദിരേശ ത്വരിതം ത്വം പരിപാഹി മാം ഗദൗഘാത്. വനമേയുഷി കർദ്ദമേ പ്രസന്നേ. പ്രസന്നേ കർദ്ദമേ വനം ഏയുഷി. പ്രസന്നനായ കർദ്ദമൻ വനത്തിലേക്ക് തപസ്സിനു പോയപ്പോൾ മദസർവസ്വമുപാദിശൻ ജനന്യേ. ജനന്യേ അമ്മയ്ക്ക്, മദസർവസ്വം അതായത് ജ്ഞാനസിദ്ധാന്തങ്ങളെല്ലാം, ഉപാദിശൻ ത്വം അങ്ങ് ഉപദേശിച്ചു. കപിലാത്മക വായുമന്ദിരേശ. കപിലാത്മാവായ ഹേ ഗുരുവായൂരപ്പ, ത്വരിതം ത്വം പരിപാഹി മാം ഗദൗഘാത്. മാം ത്വരിതം എന്നെ വേഗത്തിൽ, ഗദൗഘാത് പരിപാഹി എല്ലാ രോഗങ്ങളും മാറ്റി അങ്ങ് രക്ഷിക്കണമേ. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? കപിലാത്മാവായ ഹേ ഗുരുവായൂരപ്പ, പ്രസന്നനായ കർദ്ദമൻ്റെ വനാഗമനത്തിനു ശേഷം മാതാവിന് എല്ലാ ജ്ഞാനസിദ്ധാന്തങ്ങളും ഉപദേശിച്ച അങ്ങ് എന്നെ രോഗക്ലേശങ്ങളിൽ നിന്ന് ഉടനെ കരകയറ്റിത്തരേണമേ. ഇവിടെ കർദ്ദമ പ്രജാപതി തപസ്സു ചെയ്തു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ഒരു ഭാര്യയെയും കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് നൽകി. അതുപോലെ തന്നെ സംഭവിച്ചു. 9 കന്യകമാരും ഒരു പുത്രനും ഉണ്ടായി. ആ പുത്രനായി ജനിച്ച കപില മഹർഷി അച്ഛൻ എല്ലാത്തിലും സംതൃപ്തനായി പ്രസന്നനായി വനത്തിലേക്ക് ഇതിനു മുമ്പ് പോവാൻ തുടങ്ങിയതായിരുന്നു വാനപ്രസ്ഥത്തിന്. അതിന് പോവുകയാണ് എന്ന് മനസ്സിലായപ്പോൾ അമ്മയ്ക്ക് മദസർവസ്വമുപാദിശൻ എന്നാ പറയുന്നത്. മദസർവസ്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ മതത്തിലെ പ്രത്യേകിച്ച് സാങ്ഖ്യദർശനം സർവമതങ്ങൾക്കും അവലംബമാണ് എന്നാണ് അതിനർത്ഥം. ഭാഗവതം എടുത്തു നോക്കുമ്പോഴാണ് അത് മനസ്സിലാവുക, കപിലോപദേശം. അങ്ങനെയുള്ള കപിലാത്മാവായ ഹേ ഗുരുവായൂരപ്പ, എൻ്റെ ഈ സർവ്വരോഗങ്ങളെയും അങ്ങ് മാറ്റിത്തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭട്ടതിരിപ്പാട്. നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും എടുത്തു നോക്കുമ്പോൾ എത്രയോ മക്കൾ അമ്മയെ അല്ലെങ്കിൽ അച്ഛനെ ഉപദേശിക്കുന്നത് നമുക്ക് കാണാം. പ്രത്യേകിച്ചും ഈ നാരായണീയത്തിന് അവലംബമായ ഭാഗവതം തുടങ്ങുമ്പോൾ തന്നെ ആത്മദേവനെ മകനായ ഗോകർണൻ ഉപദേശിച്ച് തപസ്സിനയക്കുന്നുണ്ട്. വ്യാസോച്ഛിഷ്ടം ജഗത് സർവം എന്ന് നമ്മൾ പറയും. നമ്മുടെ ഗ്രന്ഥങ്ങൾക്ക് എല്ലാം കാരണമായ വ്യാസഭഗവാനെ സ്വന്തം മകനായ ശ്രീശുക ബ്രഹ്മർഷി ഉപദേശിക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ഇവിടെ കപിലമൂർത്തിയായി അവതരിച്ച ഭഗവാൻ സ്വന്തം അമ്മയ്ക്ക്, ഓർത്തു നോക്കൂ, ഉപാദിശൻ ജനന്യേ, സ്വന്തം അമ്മയെ ജ്ഞാനോപദേശം നൽകുന്നത് നമുക്ക് കാണാം. അമ്മയെ ജ്ഞാനോപദേശം നൽകി മനസ്സ് മാറ്റുന്ന ഒരവസ്ഥ നമുക്ക് കാണാം. ഉപദേശം നമുക്ക് പലയിടത്തു നിന്നും കിട്ടും, പക്ഷേ ജ്ഞാനോപദേശം വളരെ ചുരുക്കം പേരെ നമുക്ക് തരൂ. അങ്ങനെയെല്ലാം ഉള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഗ്രന്ഥങ്ങളിലുണ്ട്. ഈ ശ്ലോകത്തോടുകൂടി 14-ാം ദശകം സമാപിച്ചു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ഹരി തത്സത്.